ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദ വീടൊക്കെ കണ്ട് നടക്കുക ഒരുപാട് ഇഷ്ടമായി നമ്മുടെ വേദയ്ക്ക്. അവളത്തേക്ക് നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുവേ. എന്നിട്ട് വേദയോട് ചോദിക്കേ, എന്താ ആ ഫോട്ടോയിലിരിക്കുന്ന ആളിനെ അറിയുമോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം നമ്മുടെ വേദ തല എടുക്കണം പറയും, മുത്തശ്ശനല്ലേന്ന് ചോദിക്കുവേ. മിടുക്കി കണ്ടുപിടിച്ചു അല്ലേ എന്നിങ്ങനെ അച്ഛമ്മ പറയേ. ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വിക്രമിൻ്റെ ചായ ഉണ്ടല്ലോ. അതെ, അതുകൊണ്ട് അവനോട് ഇത്തിരി വാത്സല്യവും എനിക്ക് കൂടുതലുണ്ടെന്ന് കൂട്ടിക്കോ. അപ്പം നമ്മുടെ വേദ പറയേ, മുത്തശ്ശിനെ കണ്ടിട്ട് ഫോട്ടോ കാണുമ്പോൾ ഒരു വേട്ടക്കാരനെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാം. അപ്പം നമ്മുടെ മുത്തശ്ശി പറയാണ്, അതേ പണ്ട് ഹൈ റേഞ്ചിൽ വേട്ടയ്ക്കൊക്കെ പോകുമായിരുന്നു കൂട്ടുകാരോടൊത്ത്. കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ മാനിൻ്റെയും പുലിയുടെയും ഒക്കെ ഫോട്ടോ ആയിരുന്നു. അതുപോലെ തന്നെ സ്റ്റഫ് ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ആകാംക്ഷയോടെ പറയുകയാണേ. നോക്കിക്കഴിഞ്ഞാൽ ഒരു കാശ് ബംഗ്ലാവിലേക്ക് വന്ന മാതിരി. പുലിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ തന്നെ നോക്കിയിരിക്കും മാതിരി. ഞാൻ പിന്നെ ഇതെല്ലാം അങ്ങോട്ട് എടുത്ത് കളഞ്ഞു. അതിനുശേഷം എൻ്റെ നിർബന്ധം കാരണം പിന്നെ തോട്ടത്തിലേക്ക് പോകുന്നതും നിർത്തി. പക്ഷേ ഓർമ്മയ്ക്കെന്നാണോ ആ ഫോട്ടോ മാത്രം അവിടെ വെച്ചു. അതൊരു കാലം എന്നിങ്ങനെ മുത്തശ്ശി പറഞ്ഞ് സന്തോഷിക്കുവാണേ. ഒരു സൈക്കിളിൻ്റെ മുമ്പിൽ തണ്ടിൽ എന്നെ ഇരുത്തും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും നാട് ചുറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങും. ആ കാലമല്ലായിരുന്നോ? അപ്പോൾ എല്ലാവരും നോക്കി ചിരിക്കുമായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും സായിപ്പും ആദാമിനും കൊണ്ട് ഇറങ്ങി എന്ന് പറഞ്ഞ് എല്ലാവരും ചിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ വേദ പറയേ, ഭയങ്കര റൊമാൻസ് ആയിരിക്കുമല്ലോ അപ്പോൾ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയാണ്, ഭയങ്കര റൊമാൻസ് എന്ന് പറയുന്ന പേടിപ്പിക്കുന്ന റൊമാൻസ്. ഞങ്ങളുടേത് ഗംഭീര റൊമാൻസ് എന്നാണ് പറയേണ്ടത് എന്നിങ്ങനെ മുത്തശ്ശി പറയുവേ. ഒരു കാര്യം ചോദിക്കട്ടെ അച്ഛമ്മേനെ ഇങ്ങനെ ചോദിക്കുക നമ്മുടെ വേദ. അപ്പോഴത്തേക്കിനും അച്ഛമ്മ പറയും, ചോദിക്കുമോളെന്ന് പറയേ. അക്കാലത്ത് ഇത്രയും ഫ്രീ ആയിട്ട് നടന്നിരുന്ന എല്ലാ കാലഘട്ടമായിരുന്നില്ലേ, എന്നിട്ട് സുധാകരൻ മാഷ് എന്താ ഇത്രയും സ്ട്രിക്റ്റ് ആയി പോയെന്നിങ്ങനെ ചോദിക്കുവേ. സുധാകരൻ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു മോളെ. അന്യജാതിപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോഴത്തേക്കിനും എത്ര അടുത്തുള്ള അച്ഛനും അപ്പനമ്മമാരെല്ലാവരും ആ ജാതി സ്പിരിറ്റ് അങ്ങോട്ട് കയറും. അങ്ങനെ ഉള്ള ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സുധാകരൻ അങ്ങനെ ആകാനും കാരണം മക്കളാണ്. അവൻ പഠിപ്പിച്ച നാട്ടിലെ മക്കളൊക്കെ വലിയ ആളുകളായപ്പോൾ അവൻ്റെ മക്കൾ മാത്രം ഇങ്ങനെയായില്ലേ. ഒരു സങ്കടം അവനുണ്ട്. എന്താണെങ്കിലും അവനെ പഴയ സ്വഭാവത്തിലേക്ക് മാറ്റി കൊണ്ടുവരാനായിട്ട് നമ്മുടെ വിക്രമിന് പറ്റും. അവനത് ചെയ്യണമെങ്കിൽ ഇനി നീ വിചാരിക്കണം, മരിക്കുന്നതിന് മുന്നേ എൻ്റെ കുടുംബം പഴയതുപോലെ ആയിത്തീരണം, എനിക്കതൊരു ആഗ്രഹമുണ്ട് എന്നിങ്ങനെ മുത്തശ്ശി വേദയുടെ കൈയൊക്കെ പിടിച്ചിട്ട് പറയുകയാണേ. വാസത്തെ നല്ല സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്കത് കഴിക്കാം, അതിനുശേഷം ബാക്കി. പിന്നീട് നമ്മുടെ കുശുമ്പിപ്പാറ നന്ദിനി ഇങ്ങനെ നിന്നിട്ട് വാഴയിലേക്ക് തൂത്ത് വൃത്തിയാക്കുകയാണ് കേട്ടോ. നമ്മുടെ ശ്രീചേടത്തി അടുത്തുണ്ടേ. അപ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, അല്ല ശ്രീചേടത്തി, അവൾക്ക് നമ്മുടെ കൂടെ വന്നിട്ട് ഈ പണിയൊക്കെ ചെയ്യാൻ കൂടത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കിനും എൻ്റെ കൂടെ തന്നെ പറയുകയാണ്, ആ തള്ളയാണ്